സോ ഈസ് നമ്മളെ ഇപ്പോൾ ടോട്ട്സിൽ മെയിനായിട്ടുള്ളത് നമ്മളെ ലീഗ് 1 ചാപ്റ്ററാണ്. സോ നമ്മളെന്തായാലും അതിനകത്ത് റിവാർഡ്സൊക്കെ ഇന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും ഒരു ഡെയിലി ബണ്ടിലിട്ട് തുടങ്ങാം 3K ജിമ്മിൻ്റെ. ഈസ് ഞാൻ പറയാമല്ലോ ഈസ്, ഞാൻ അടുപ്പിച്ചിപ്പോൾ 4 പാക്ക് ഞാൻ ഓപ്പൺ ചെയ്തു. ഡെയിലി പാക്ക് മീൻസ് ഡെയിലി 3K ജിമ്മിൻ്റെ എല്ലാത്തിലും സിങ്കോ ആണ് ഈസ്. ഈ ഫ്ലാഗ് കാണുമ്പം തന്നെ എന്തോ പോലെ. ഇത് എത്രാമത്തോട്ടാണ് ഈ സിങ്കോ ചങ്ങാനെ കിട്ടുന്നത്? മടുത്ത് കേസ്. ഇപ്പോൾ ഡെയിലി പാക്ക് ഓപ്പൺ ചെയ്യാൻ തന്നെ പേടിയാണ്, കാരണം ഈ പുള്ളിയാണുള്ളത്. സോ ഈ നമുക്ക് എന്തായാലും ഇതിനകത്ത് കിടക്കാം. ഇതിനകത്ത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000 ജെമ്മൊക്കെ കിട്ടുമെന്നാണ്. ജസ്റ്റ് 2,500 ജെമ്മ് മാത്രമേ കിട്ടുള്ളൂ. എന്തായാലും അത്രയും കിട്ടുന്നില്ല കേസ്, നമുക്ക് ക്ലെയിം ചെയ്യാം. ഞാൻ ഹെഡ് ടു ഹെഡൊന്നും കളിച്ചില്ല, ജസ്റ്റ് നമ്മുടെ വേഴ്സ് അറ്റാക്കും മാത്രമേ കളിച്ചുള്ളൂ. അതിലങ്ങോട്ട് തന്നെ കുറേ ഇതാക്കിയിട്ടുണ്ട്. നമ്മളെ മൈൽ സ്റ്റോൺ എന്തായാലും റെഡി ആയിട്ടില്ല ഈസ്. 2 വിന്നും കൂടി വേണം. എനിക്ക് 13 വിന്നേ ഉള്ളൂ. സോ ഒരു ടിക്കറ്റ് മാത്രം ബാക്കിയുള്ളതുകൊണ്ട് ഇനിയിപ്പം നാളെ ആവണം കേസ് അത് റെഡി ക്ലെയിം ചെയ്യണമെങ്കിൽ. സോ നമുക്ക് എന്തായാലും നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല കേസ്. നമുക്ക് മെയിനായിട്ടുള്ളത് ഇതാണ്, നമ്മളെ മെയിനായിട്ടുള്ള പാക്ക് എന്ന് പറയുന്നത് 100 തൊട്ട് 107 വരെയുള്ള ഈ പാക്കാണ്. എന്തുകൊണ്ട് 150 ഇവർ കൊണ്ടുവരാത്തതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇനി 100 തന്ന് പറ്റിക്കോ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള പ്ലേയേഴ്സിന് തരുമോയെന്ന് അറിയത്തില്ല, നോക്കാം. ഓക്കെ, പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും 100ൻ്റെ ഒരു പ്ലെയറാണ് കിട്ടിയിരുന്നത്. അടുത്തെങ്കിലും നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 104 105. എന്തായാലും നോക്കാം. ഇക്വഡോറല്ലേ അത്, കൊളംബിയോ സെൻറ്റർ ബാക്ക്. ഇത് മറ്റേ പാച്ചോ അല്ലേ, 102ൻ്റെ പാച്ചോനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇനി ബാക്കിയുള്ളത് ഷാർഡുണ്ട്, പിന്നെ മഷറാനോ ഉണ്ട്, അതുപോലെ തന്നെ കോയിനുണ്ട്. ഞാൻ കൃത്യം ടോക്കൺ ആക്കി വെച്ചേക്കുന്നതാണ്. മൊത്തം 800 ടോക്കൺ മതി ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ, ഈ മൊത്തം റിവാർഡ്. സോ മഷറാനോ എന്തായാലും 2 കിട്ടുന്നുണ്ട്, നമ്മൾ വെറുതെ വിടുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ ഈസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. സോ ഈസ് ഇനി നമുക്ക് കാര്യമായിട്ട് പാക്ക് ഓപ്പണിങ് എന്തായാലും ഉണ്ടാവുക വെള്ളിയാഴ്ച ആ ഒരു ടൈമിലായിരിക്കും പാക്ക് ഓപ്പണിങ്ങും കാര്യമൊക്കെ വരിക. അതുവരെ നമ്മൾ ഹെഡ് ടു ഹെഡ് ഒരു സീരീസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഇനി ബാക്കിയുള്ളത് കോയിനും കൂടിയാണ്. അതിന് നമ്മളെ എന്താ പറയുക, നമ്മൾ ചലഞ്ച് മോഡിലെ റിവാർഡ് കൂടി ക്ലെയിം ചെയ്യാനുണ്ട്. കളിച്ച് തീർത്തിട്ടില്ല, ഒരു മാച്ച് കൂടി ഉണ്ട് ഈസ്. അതുകൂടി കളിച്ച് തീർത്ത് നമുക്ക് റിവാർഡ് ക്ലെയിം ചെയ്യുന്നതാണ്. സോ അത്യാവശ്യം കിട്ടുന്ന റിവാർഡ്സൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് നമ്മളുടെ എന്താ പറയുക, മെയിൻ സെക്ഷനിൽ 2,000 ജെമ്മോടി കിട്ടുന്നുണ്ട്. ഞാൻ മേ ബി അത് നിങ്ങൾക്ക് കാണിക്കുമെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും നാളെ ചിലപ്പോൾ മറന്നുപോയാലോ. സോ കോയിൻ തീർന്നോ? ഒന്നുകൂടി ബാക്കിയില്ലേ? ഒന്നുകൂടി ബാക്കിയുണ്ട്. സോ ഈ വേഴ്സിറ്റൊക്കെ കളിച്ചാൽ മതി ജസ്റ്റ് ഇത്ര എണ്ണം. പക്ഷെ ഡെയിലി ഇതിൽ ക്ലെയിം ചെയ്ത് വെക്കണം എന്നുള്ളൂ. കണ്ടോ 13 ആയിട്ടുള്ളൂ. ഞാൻ എന്തായാലും നമ്മളെ ഇതായിരിക്കും പാക്കിനായിരിക്കും പോവുക, 103 തൊട്ട് 107 വരെയുള്ള. സോ നമ്മളെന്തായാലും ചലഞ്ച് മോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വീക്കെൻഡ് ആയിട്ടുള്ള ചലഞ്ചാണ് ഈസ്. 101ൻ്റെ പ്ലെയറെ തന്നെ കൃത്യം തന്നു. ഈസ് എന്താണ്ട് ഈസ് ഇവർ ഈ ട്രേഡബിൾ പ്ലേയേഴ്സ് ഒഴിവാക്കിയാവും. സോ ഈസ് നമ്മളെന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവൻറ്റ്. നമുക്ക് ക്ലെയിം ചെയ്യാം. ഷെവ്ചെങ്കോ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും നോക്കാം. ആരെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു 103 തൊട്ട് 109 പിടിക്കായിരുന്നു കേട്ടോ ഇവർക്ക്. അങ്ങനെ നോക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. USA ക്യാം ഇത് മറ്റേ പുള്ളി ടിൽമാനോ അങ്ങനെ എന്തോ ആണ്. 105 പ്ലെയറാണ്. കുഴപ്പമില്ല. എത്രയും 30 ഷാട്ടല്ലേ, കുഴപ്പമില്ല ഈസ്.